മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ തൊട്ട് മുന്നത്തെ ക്ലാസ് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? ലാഹോർ സമ്മേളനത്തെ പറ്റിയിട്ടാണ് അല്ലേ. അപ്പോൾ പാകിസ്ഥാനിലെ ലാഹോർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് 1929 ഏത് മാസം? ഡിസംബർ മാസം ഒരു സമ്മേളനം നടന്നു, അതായത് കോൺഗ്രസിൻ്റെ ലാഹോർ സെഷൻ. അപ്പോൾ അതിലെന്താ തീരുമാനിച്ചത്? നമ്മളിനി ഇങ്ങനെ വെറുതെ നടന്നാൽ പോരാ അല്ലേ. നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ ഗാന്ധിജി പെട്ടെന്ന് വിളിച്ച് നിർത്തിയതൊക്കെ ആകെ ബുദ്ധിമുട്ടായി. ആൾക്കാർ കുറേ പേര് എന്ത് ചെയ്തു? കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോയി. അവർ ചിലർ എന്ത് ചെയ്തു? കുറച്ച് റവല്യൂഷണറി പാർട്ടിയൊക്കെ തുടങ്ങുന്നുണ്ട് ആ സമയത്ത്. നമ്മുടെ മോത്തിലാൽ നെഹ്റുവും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന CR ദാസും കൂടി തുടങ്ങിയ പാർട്ടി അല്ലാതെയും മറ്റു കുറേ പേര് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റി പിരിഞ്ഞിട്ട് കുറച്ച് റവല്യൂഷണറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുറച്ച് അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന പ്രശ്നമൊക്കെ തുടങ്ങി അങ്ങനെ ഇരിക്കുന്നുണ്ട് കാലഘട്ടം. അപ്പോഴാണ് നമ്മുടെ കോൺഗ്രസ് എന്ത് തീരുമാനിച്ചത്? ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എന്ത് ചെയ്യണം? നമുക്ക് പ്രക്ഷോഭത്തിനും കുറച്ചുകൂടി കടുപ്പിക്കണം. അതിനുവേണ്ടി അവരെന്താ ചെയ്തേ? അവർ മാസമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്താനായിട്ട് തീരുമാനിച്ചു അല്ലേ. അതായത് അവരെന്ത് പ്രഖ്യാപിച്ചു? ഇനി മുതൽ ഇവിടെ ബ്രിട്ടീഷ് വേണ്ട. നമ്മളെന്ത് പ്രഖ്യാപിച്ചു? പൂർണ്ണ സ്വരാജ് അല്ലെ, അല്ലെങ്കിൽ എന്താണ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിക്കുന്നത് ലാഹോർ സമ്മേളനത്തിലാണ്. ആ ഒരു ടച്ച് കിട്ടാനാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച അവസാന കാര്യങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിലും കഥ പറച്ചിൽ തന്നെയാണ്. അപ്പോൾ ഉറക്കം വരാൻ സാധ്യത കുറച്ചുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വല്ല ഉറക്കവും വന്നിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് കാണണ്ട കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ കണ്ടാൽ മതി. കാരണം കഥയാണ്, പണ്ട് നടന്നൊരു കാര്യമല്ലേ. അപ്പോൾ അത് പറയാനല്ലേ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്ത് പറ്റിയാണ്? ആകെ പ്രശ്നത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? മഹാത്മാഗാന്ധിജിയെ നമ്മുടെ ചാച്ചാ നെഹ്റു അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു വിളിച്ചിട്ട് പറഞ്ഞു, ഗാന്ധിജി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, എന്ത് ചെയ്യണം? നമ്മൾ നാട്ടുകാരെയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. നമുക്ക് ബ്രിട്ടീഷെതിരെ എന്ത് ചെയ്യണം? പോരാടേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക, നമ്മൾ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിക്കുകയാണ്. അതും പ്രകാരം അടുത്ത വർഷം, അതായത് ഇപ്പോൾ ഡിസംബറിലല്ലേ, അപ്പോൾ ജനുവരി, അടുത്ത മാസം ആകുമ്പോൾ ജനുവരി, പുതിയ വർഷം ആവുമല്ലോ. അപ്പോൾ 1930 ഈ പറയുന്ന ജനുവരി മാസത്തിലെ 26-ാം തീയതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇതല്ലേ ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത്? അതെ, ഈ റിപ്പബ്ലിക് ഡേ ആയ ജനുവരി 26, സത്യത്തിൽ ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത് തന്നെ ഈ 1930 ജനുവരി 26 നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വതന്ത്രം കിട്ടിയെന്ന് കോൺഗ്രസ്സുകാരെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അന്ന് ഈ പറയുന്ന ഇന്ത്യ മൊത്തം കൊടി ഉയർത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ വീണ്ടും കോൺഗ്രസ് ഒന്ന് ആക്റ്റീവായിട്ട് വരുന്ന സമയം. അപ്പോൾ ഗാന്ധിജി ഇങ്ങനെ ആലോചിച്ചു, നാട്ടുകാരെല്ലാം കൂട്ടണം അല്ലേ. എങ്ങനെ കൂട്ടും? നാട്ടുകാരെല്ലാം വരണമെങ്കിൽ അവരുടെ ഒരു കോമൺ പ്രക്ഷോഭം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. അപ്പോൾ ഗാന്ധിജി ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ നമ്മുടെ ഈ പറയുന്ന ആരാണ്? വൈസ്രോയി. ഈ പറയുന്ന ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കുന്ന പരമോന്നത ഉദ്യോഗസ്ഥനാണ് വൈസ്രോയി എന്ന് പറയുന്നത്. വൈസ്രോയി ആയിട്ടുള്ള ഇർവിൻ പ്രഭുവിനോട് ഒരു കത്ത് അയക്കും. അതായത്, ഇർവിൻ പ്രഭു, നിങ്ങളുടെ പരിപാടികളൊന്നും ശരിയല്ല, ജനങ്ങൾക്ക് നിങ്ങൾ വലിയ വിശ്വാസമൊന്നുമില്ല. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സിവിൽ നിയമലംഘന പ്രക്ഷോഭം ഉടനെ ആരംഭിക്കാൻ പോവുകയാണ്. എന്താരംഭിക്കാൻ പോവുകയാണ്? സിവിൽ നിയമങ്ങൾ ലംഘിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ക്രിമിനൽ കുറ്റം, അല്ലെ കൊല്ലലും തല്ലലും ഒന്നും അല്ല. സിവിലായിട്ട് നിങ്ങൾ കുറേ നിയമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് വനത്തിൽ കയറി വനത്തിലെ ഉൽപ്പന്നങ്ങൾ എടുക്കരുത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഉപ്പുണ്ടാക്കാൻ പാടില്ല. എന്തുണ്ടാക്കാൻ പാടില്ല? ഉപ്പുണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ ഗാന്ധിജി ഇങ്ങനെ രാത്രി കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്ത് ചെയ്തത്? വൈഫ് പുത്ലി ബായി അല്ലേ, വൈഫ് എന്ത് ചെയ്തു? കുറച്ച് കഞ്ഞി കൊണ്ട് കൊടുത്തു. ചോദിച്ചു, അല്ലേ എന്താണ്, കുറച്ച് കഞ്ഞി എടുക്കട്ടെ ഗാന്ധിജി എന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ലേശം ആവാം. അപ്പോൾ ചോദിച്ചു, ഉപ്പ് വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധിജിക്ക് കത്തി, ഉപ്പ്, എല്ലാവരും കഞ്ഞി കുടിക്കുമല്ലോ, എല്ലാവർക്കും കഞ്ഞി കുടിക്കണമല്ലോ, അപ്പോൾ എല്ലാവർക്കും ഉപ്പ് വേണമല്ലോ. പക്ഷെ ഉപ്പ് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? ഇന്ത്യയിൽ അന്നത്തെ നിയമം അനുസരിച്ച് ഉപ്പ് ഉണ്ടാക്കാൻ ആർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ? ബ്രിട്ടീഷുകാർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ നീണ്ടു കിടക്കുന്ന കടലിൽ നമുക്ക് ഇത്രയും ഉണ്ടായിട്ട് ആ വെള്ളം വറ്റിച്ചിട്ട് ഉപ്പുണ്ടാക്കാൻ ആര് വേണം? ബ്രിട്ടീഷുകാരെ ചെയ്യാവൂ. അത് ലംഘിച്ച് ചെയ്താൽ എത്ര 6 മാസത്തോളമൊക്കെ എന്താണ് തടവ് ശിക്ഷ കിട്ടുന്ന ഒരു വലിയ കുറ്റമായിരുന്നു അന്ന് ഉപ്പുണ്ടാക്കലെന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി ചിന്തിച്ചു, എന്നാൽ ശരി, നമുക്ക് അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങാം. കാരണം ഗാന്ധി ഗുജറാത്തുകാരനാണ്. സബർമതി ആശ്രമമാണ് ഇവിടെ ഉള്ളത്. സബർമതി ആശ്രമത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് എന്ത്? ദണ്ഡി കടപ്പുറം. അപ്പോൾ ദണ്ഡി കടപ്പുറത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപ്പ് കുറുക്കാം, ഉപ്പുണ്ടാക്കാം. അപ്പോൾ സിവിൽ നിയമം തെറ്റിക്കുമല്ലോ. അങ്ങനെ നമുക്കൊരു തുടക്കം കുറിക്കാം. ഉപ്പ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ നാട്ടുകാർക്കും ഉപ്പ് വേണം. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തോളും? കടൽ തീരത്ത് പോയിട്ട് എന്ത് ചെയ്തോളും? ഉപ്പുണ്ടാക്കിക്കോളും. അങ്ങനെ നമ്മുടെ പ്രക്ഷോഭം സെറ്റാവും. അപ്പോൾ ഇർവിൻ പ്രഭുവിന് കത്തയച്ചു. അപ്പോൾ ഇർവിൻ പ്രഭു പറഞ്ഞു, എന്ത് നിയമലംഘനോ? എന്നാൽ നിങ്ങൾ ലംഘിച്ചു അങ്ങ് കാണില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഗാന്ധിജിക്ക് അത്ര വില കൊടുത്തില്ല. എന്ത് കൊടുത്തില്ല? ഗാന്ധിജിക്ക് വലിയ വിലയൊന്നും കൊടുത്തില്ല. അതായത് ഇർവിൻ പ്രഭു ഈ പറയുന്ന പ്രക്ഷോഭത്തേക്ക്
പുച്ഛിച്ചു വിട്ടു. പണി കിട്ടുന്നുണ്ട്, ആരായാലും അത്ര അഹങ്കാരമൊന്നും കാണിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഗാന്ധി തീരുമാനിച്ചു, എന്നാൽ ശരി ബാ നമുക്ക് തുടങ്ങാം. എന്നിട്ട് എന്ത് പറഞ്ഞു? മാർച്ച് 12-ാം തീയതി, ഏത് ദിവസമാണ് നമ്മൾ ഡേറ്റ് പഠിക്കേണ്ട അറിഞ്ഞിരുന്നാൽ മതി. മാർച്ച് 12-ാം തീയതി മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയും തിരഞ്ഞെടുത്ത 78 അനുയായികളും കൂടി എന്ത് ചെയ്യുന്നു? ദണ്ഡി കടപ്പുറത്തോട്ട് യാത്ര തിരിച്ചു. ഇങ്ങോട്ട് യാത്ര തിരിച്ചു, ദണ്ഡി കടപ്പുറത്തോട്ട് യാത്ര തിരിച്ചു. അപ്പോൾ ഫോളോയിങ് ദ decisions made at the Lahore Congress, Gandhiji was entrusted with the task of initiating a mass movement for complete independence. സോ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഗാന്ധിജി ഇർവിൻ എന്ത് ചെയ്യുന്നുണ്ട്? കത്ത് അയക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ. ദ ലെറ്റർ ഹിൻഡഡ് ദ പോസിബിൾ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. അടുത്ത് ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജി സോൾട്ട് ലോയെ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? സോൾട്ട് ലോയെ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 1930 ഏത് ദിവസം മാർച്ച് 12 ഇവിടെ നിന്ന് ഈ പറയുന്ന ഗാന്ധിജിയുടെ സ്ഥലമായിട്ടുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും നേരെ എങ്ങോട്ട് പോവുകയാണ്? ദണ്ഡി കടപ്പുറത്തോട്ട് പോവുകയാണ്. ദണ്ഡി എന്ന് പറയുന്ന കടപ്പുറത്തോട്ട് പോവുകയാണ്. ഗാന്ധിജി ഒറ്റയ്ക്കല്ല, ഗാന്ധിജിയോടൊപ്പം 78 അനുയായികളും ഉണ്ട്. ഇവർ പോകുന്ന വഴിക്ക് അതാണ് ഫേമസ് ആയിട്ടുള്ള ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, 24 ദിവസം നടന്നു. ഏതാണ് 300 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ ഊഹം. 24 ദിവസം നടന്ന് ഇവര് ഈ പറയുന്ന ദണ്ഡി കടപ്പുറത്ത് എത്തി. എന്നിട്ട് 1930 ഏപ്രിൽ 6-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ഉപ്പുണ്ടാക്കുന്നത്. അങ്ങനെ ഉപ്പുണ്ടാക്കി, അങ്ങനെ പ്രക്ഷോഭം സക്സസ്ഫുൾ ആയിട്ട് മാറി. ഈ യാത്രയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദണ്ഡി മാർച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ലാഹോർ സമ്മേളനത്തിലെ തീരുമാനം അനുസരിച്ച് ഗാന്ധിജി എന്ത് ചെയ്തു? ബഹുജന സമരം നടത്താനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, അതിന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ഇർവിൻ പ്രഭുവിന് കത്ത് കൊടുത്തു. ഇർവിൻ പ്രഭു അതിന് വലിയ വിലയൊന്നും കൊടുത്തില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിടുകയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പരിപാടി ചെയ്തത്. അത് ഇതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെ കേട്ടതായിട്ട് ഒരു ഓർമ്മ എവിടെയോ ഇങ്ങനെ നിൽക്കുന്നു. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, എന്തായാലും ഇർവിൻ പ്രഭു വലിയ വില കൊടുത്തില്ല, അത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? ഉപ്പ് നിയമത്തിൽ ലംഘിക്കാൻ തീരുമാനിച്ചു. അല്ലേ, ഇച്ചിരി കഞ്ഞി കുടിച്ചപ്പോൾ ഉപ്പില്ലാത്തതുകൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ഉപ്പ് നിയമം ഉണ്ടാക്കി. അപ്പോൾ ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറം അവിടെയാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് തിരിക്കുന്നത് സബർമതി ആശ്രമത്തിൽ നിന്നാണ് തിരിക്കുന്നത്. ഗാന്ധിജിയും എത്ര പേരുമുണ്ട്? 78 പേരുമുണ്ട്. 24 ദിവസം യാത്ര ചെയ്യുന്നു. അപ്പോൾ 1930 മാർച്ച് മാസത്തിലെ 12-ാം തീയതിയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ വർഷം 1930 ഏപ്രിലിലെ 6, 12-ന്റെ പകുതി 6 എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഉപ്പ് നിയമത്തിനെ ലംഘിക്കുന്നു. എത്ര പേര് പോകുന്നു? 12 24 ദിവസത്തെ യാത്രയ്ക്ക് പോകുന്നു. എത്ര പേര് പോകുന്നു? 78 പേര് പോകുന്നു. എത്ര പേര് പോകുന്നു? 78 പേര് പോകുന്നു. അങ്ങനെ യാത്ര തിരിക്കുന്നു. ഇത് കാണാൻ പത്രപ്രവർത്തകരും ഒരുപാട് പേരും ഉണ്ടായിരുന്നു. കാരണം ഉപ്പ് നിയമമാണ്, നടത്തുന്ന ഗാന്ധിജിയാണ്, ജനങ്ങൾക്ക് ഓൾറെഡി ഗാന്ധിജി വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആൾക്കാരൊക്കെ കൂടെ ചേർന്നു. പോകുന്ന വഴിക്ക് ഈ പറയുന്ന പാതയുടെ ഇരുവശത്തും ഉണ്ടായിരുന്നവർക്ക് ഗാന്ധിജി ശുചിത്വ ബോധത്തെ പറ്റിയിട്ടും ഖാദി ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടും ഒക്കെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ജനങ്ങൾ ഇതൊക്കെ കേട്ട് നിർവൃത്തി കൊണ്ടിരിക്കുന്നു. അങ്ങനെ 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് നിയമലംഘനം നടത്തുന്നു. അങ്ങനെ ഉപ്പ് നിർമ്മിക്കുന്നു. ലഘുലേഖകൾ ഉപ്പ് ഇങ്ങനെ നിർമ്മിക്കാന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കൂലേ ഉപ്പ് എന്തിനാണെന്ന്? ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ് നിർമ്മാണം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കുത്തകയായിരുന്നു. ഇത് ഏതാണ്ട് 1800-കളിലാണ് ഈ പറയുന്ന നിയമം വരുന്നത്. അതായത് ഇന്ത്യക്കാർ നിർമ്മിക്കാൻ പാടില്ല, അവർക്ക് എന്താണ് ശിക്ഷ വിധിച്ചു. ഈ നിയമം ലംഘിച്ചാൽ ഇതാണ് ഗാന്ധിജിയുടെ തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഉപ്പുവെള്ളം വെറ്റിച്ചു. ഗാന്ധിജി എന്ത് ചെയ്തു? നിയമലംഘന പ്രസ്ഥാനം നടത്തി. ഇത് മെയ് 21-നും ഇതുപോലെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഓക്കെ, ധാരാസൈൽ വെച്ചിട്ട്. പക്ഷെ അന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇതിലേക്ക് വരുന്നു. അവരെയൊക്കെ എന്താണ് ബ്രിട്ടീഷ് പട്ടാളം അടിച്ചൊതുക്കുന്നു. പക്ഷെ എന്നിട്ടും വീണ്ടും ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന് പുറകെ വരുന്നു. അപ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാർ അത്ര ചില്ലറക്കാരല്ലെന്ന് ബ്രിട്ടീഷുകാർ അറിഞ്ഞു. ഇതുവരെ ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ലാത്ത ഒരു യൂണിറ്റി അവിടെ എന്ത് ചെയ്തു തുടങ്ങി? കണ്ടു തുടങ്ങി. അതായത് മുന്നിലുള്ളവൻ അടികൊണ്ട് വീഴുന്ന കണ്ട് തിരിഞ്ഞു ഓടിയില്ല. ഇപ്പോഴത്തെ നമ്മൾ CTV-ലൊക്കെ സമരം കാണുമ്പോൾ അറിയാം അല്ലേ, അടി 2 എണ്ണം വീഴുമ്പോൾ പുറകെയുള്ള ഓടിയില്ല. ഓരോരുത്തർ വീണപ്പോഴും പുറകെയുള്ളവർ മുന്നിലേക്ക് വന്നു. അങ്ങനെ ഒരു വലിയ സംഭവമാണ് അന്ന് നടന്നത്. ഗാന്ധിജിയെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗാന്ധിജി പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഉപ്പ് നിർമ്മാണം അല്ലെങ്കിൽ എന്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയുടെ ഈ വെസ്റ്റേൺ ഭാഗത്ത്, വെസ്റ്റേൺ ഭാഗത്ത് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അദ്ദേഹത്തിന് നമ്മൾ ഫ്രോണ്ടിയർ ഗാന്ധി അല്ലെങ്കിൽ അതിർത്തി ഗാന്ധി എന്നാണ് വിളിക്കുന്നത്.
കാരണം വടക്ക് പടിഞ്ഞാറ് അല്ലേ, വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? ഈ പറയുന്ന നോർത്ത് വെസ്റ്റ് പ്രോവിൻസ്, പാകിസ്ഥാൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ട് ഈ പറയുന്ന നിയമലംഘന പ്രസ്ഥാനം നടത്തിയ വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണെന്ത്? ബോർഡർ ഗാന്ധി അല്ലെങ്കിൽ ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. എന്ത് പറയും? ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഹി വാസ് നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് പഠിച്ചു വയ്ക്കണം, ഖുദായി ഖിദ്മഗാർസ്. എന്താണ് ഖുദായി? ഖുദായി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പോരാളികൾ എന്നാണ് ഇതിൻ്റെ മീനിങ്. എന്തുവാണ്? ദൈവത്തിൻ്റെ പോരാളികൾ, ഖുദായി ഖിദ്മഗാർ. ഞാൻ നോട്ടിൽ ആ പോയിന്റ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ കേളപ്പൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉപ്പുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേളപ്പൻ എന്തെന്ന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. അതുപോലെ അബ്ദുൾ റഹ്മാൻ സാഹിബാന്ന് തോന്നുന്നു കേരളത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ ഉപ്പ് നിയമം എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റിക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നു. ഇതങ്ങോട്ട് വൻ ഹിറ്റായിട്ട് മാറി. ഇതായിട്ട് മാറി ഹിറ്റായിട്ട് മാറി. സെറ്റാണ്? ഇതുവരെ പറഞ്ഞ കാര്യം ഓക്കെയാണ്. നമുക്ക് നോട്ടൊന്ന് നോക്കാം. അപ്പോൾ ലാഹോറിലെ 29 സെക്ഷൻ അനുസരിച്ച് ഗാന്ധിജിയെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മാസ് മൂവ്മെൻറ്റ് നടത്താനായിട്ട് ചുമതലപ്പെടുത്തുന്നു. ഗാന്ധി വൈസ്രോയ്ക്ക് കത്തൊക്കെ എഴുതുന്നുണ്ടെങ്കിലും വലിയ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ദണ്ഡി കടപ്പുറത്ത് പോയിട്ട് ഉപ്പ് നിയമത്തിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഗാന്ധിയും 78 വോളണ്ടിയർമാരും 24 ദിവസത്തെ മാർച്ചിന് ശേഷം ഏപ്രിൽ 6 തീയതി 1930 ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപ്പ് നിയമത്തിനെ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, ഉപ്പ് നിയമത്തിന് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. അതുപോലെ ഈ പറയുന്ന മറ്റൊരു വ്യക്തിയാണ് ആര്? നമ്മുടെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, അറിയപ്പെടുന്ന പേര് ഫ്രോണ്ടിയർ ഗാന്ധി. അദ്ദേഹം എന്ത് ചെയ്യുന്നു? 1930 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഉപ്പ് നിയമം ലംഘിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേരാണ് ഖുദായി ഖിദ്മഗാർസ് അഥവാ സെർവൻസ് ഓഫ് ദ ഗോഡ് എന്നും പറയും. ഓക്കെ, ഇനി കുട്ടികളും സ്ത്രീകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സംഭവം എന്തായി? ഹിറ്റായി. ഇനി എന്താ നോക്കിയേ, കർഷകരും തൊഴിലാളികളും ഗോത്രജനതയും സ്ത്രീകളും കച്ചവട വ്യവസായികളും എങ്ങനെയാണ് ഇതിൽ പങ്കെടുത്തതെന്നുള്ളതാണ്. ഇതിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ടെസ്റ്റ് വെച്ച് പറഞ്ഞാലും മലയാളം മീഡിയം ടെസ്റ്റ് വെച്ച് പറഞ്ഞാലും പോയിന്റ് ഒന്ന് തന്നെയാണ്. ഫാർമേഴ്സ് അഥവാ കർഷകന്മാർ എന്ത് ചെയ്തു? അവർ ടാക്സ് കൊടുക്കാതിരുന്നു. അവർ നികുതി ജമ്മിമാർക്കും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും കൊടുക്കാതിരുന്നു. കർഷകനാകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ഒന്നീ കൃഷി ചെയ്യാതിരിക്കുക. കൃഷി ചെയ്യാതിരുന്നാൽ പട്ടിണിയായിപ്പോവും. അപ്പോൾ കൃഷി ചെയ്യും, പക്ഷെ ആർക്ക് ടാക്സ് കൊടുക്കൂല? ഈ കൃഷിക്കാരെ കൺട്രോൾ ചെയ്യുന്ന ജമ്മിമാരുണ്ടാവുമല്ലോ, ലാൻഡ് ലോഡ്സ്. അവർക്ക് എന്ത് ചെയ്യത്തില്ല? പൈസ കൊടുക്കത്തില്ല. തൊഴിലാളികൾ എന്ത് ചെയ്തു? തൊഴിലിന് പോയില്ല. അതായത് റെയിൽവേ, തുറമുഖം, ഖനി പോലെയുള്ള സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ഭയങ്കരമായി ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ അവർ തൊഴിലിന് പോകാതിരുന്നു. അതുപോലെ ഈ പറയുന്ന കണ്ടോ ഒക്കെ ഷോരാപ്പൂർ അല്ലേ, അവിടെ വെച്ച് നടന്ന പ്രക്ഷോഭത്തിൽ അത് അക്രമാസക്തമായിട്ട് മാറുന്നു എന്ന് പറയുന്നുണ്ട്. ശരി, ഗോത്ര ജനത നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ അവർ വനത്തിൽ കയറി സാധനങ്ങൾ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഏതാണ്? നമ്മൾ മുമ്പ് പഠിച്ച ആ പറയുന്ന നിസ്സഹരണവുമായിട്ട് നിയമലംഘനത്തിന് ബന്ധമുണ്ട്. ഏതാണ്ട് അതേ പരിപാടിയൊക്കെ തന്നെയാണ്. അവിടെ സഹകരിച്ചില്ല, ഇവിടെ എന്ത് ചെയ്തു? സഹകരണം ഇല്ല എന്നുള്ളത് തന്നെയാണ്. നിയമം കൂടി തെറ്റിക്കാൻ തുടങ്ങി. സ്ത്രീകൾ എന്ത് ചെയ്തു? ഉപ്പ് നിർമ്മാണത്തിൽ പങ്കെടുത്തു. അതുപോലെ വിദേശ വസ്ത്രങ്ങൾ വരുന്ന കടകളൊക്കെ പിക്കറ്റ് ചെയ്യാനും സമരപരിപാടികൾ സജീവമായിട്ട് സ്ത്രീകൾ പങ്കെടുത്തു. കച്ചവട മേഖലയിൽ എന്ത് ചെയ്തു? വിദേശ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ല എന്ന ആൾക്കാർ എന്ത് ചെയ്തു? തീരുമാനിക്കുന്നു. അങ്ങനെ പ്രക്ഷോഭം ഹിറ്റായി. പ്രക്ഷോഭം എന്തായി? വൻ ഹിറ്റായി. ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി പണിയാവും. ബ്രിട്ടീഷുകാർക്ക് എന്ത് മനസ്സിലായി? പണി വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ പെസൻസ് എന്ത് ചെയ്തു? പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മൂവ്മെന്റ് ബൈ റെഫ്യൂസിങ് ടു പേ ദ ടാക്സ് ടു ദ ഗവൺമെന്റ് ആൻഡ് ലാൻഡ് ലോഡ്സ്. ലേബേഴ്സ് എന്ത് ചെയ്തു? അവർ റെയിൽവേ, പോർട്ട്, മൈൻസുകളിൽ ജോലിക്ക് പോയില്ല. ഷോലാപൂർ മഹാരാഷ്ട്രയിലെ വയലന്റ് സമരവും നടന്നു. ട്രൈബൽ പീപ്പിൾ എന്ത് ചെയ്തു? ഫോറസ്റ്റിലേക്ക് ചെന്നിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. സ്ത്രീകൾ എന്ത് ചെയ്തു? ഈ പറയുന്ന പിക്കറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അവരും എന്ത് ചെയ്തു? സമരത്തിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ട്രേഡേഴ്സും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിസ്റ്റുകളും എന്ത് ചെയ്തു? വിദേശ സാധനങ്ങൾ വിൽക്കുന്നില്ല എന്നും തീരുമാനിച്ച് സമരം കൊണ്ട് ഹിറ്റായി. റാണി ഗെയ്ഡൻലു എന്ന് പറയുന്നത് എന്താണ്? നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്ത്, അതായത് നമ്മുടെ ഈ പറഞ്ഞ 7 സംസ്ഥാനങ്ങളുള്ള ആ നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്ത് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജയിലടയ്ക്കപ്പെട്ട സ്ത്രീയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇവർ എന്ത് ചെയ്യുന്നത്? പുറത്തു വിടുന്നത്. അപ്പോൾ അത്രയും വർഷം ജയിലിൽ കിടന്ന വ്യക്തിയാണ് ആര്? റാണി ഗെയ്ഡിനിലു. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ വിഷയം വഷളായി. ഇർവിൻ ആദ്യം അങ്ങനെ തമാശയാക്കി വിട്ട കേസ് കയ്യിൽ നിന്ന് പോയി. ഈ സമയത്താണ് നിങ്ങൾ സൈമൺ ഗോ ബാക്ക് സൈമൺ ഗോ ബാക്ക് ഓർമ്മയുണ്ടോ? സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ട് വെക്കുന്നു. അപ്പോൾ ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടുകളെ പറ്റി പഠിക്കാനായിട്ട് ഈ 1930 തന്നെ എന്ത് പ്രഖ്യാപിക്കുകയാണ്?
വട്ടമേശ സമ്മേളനം അല്ലെങ്കിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എവിടെ നടക്കുകയാണ്? അങ്ങ് ഇംഗ്ലണ്ടിൽ നടക്കുകയാണ്. അതായത് ഈ പറയുന്ന സൈമൺ കമ്മീഷൻ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് നിങ്ങൾക്ക് മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ അതിന് വേണ്ടി സമരം ചെയ്തിട്ടാണ് നമ്മുടെ ലാലാ ലജ്പത് റായിയൊക്കെ എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വൻ വിഷയമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അഥവാ വട്ടമേശ സമ്മേളനം നടക്കുന്നു. പക്ഷേ സൈമൺ കമ്മീഷന് വേണ്ടി പഠിക്കാനാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. സത്യത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ചുമ്മാ അല്ലല്ലോ പെട്ടെന്നൊരു സംഭവത്തിൽ അങ്ങ് വരുന്നത്. ഒന്നാം റൗണ്ട് ടേബിൾ കോൺഫറൻസ് പങ്കെടുക്കാനായിട്ട് ഇർവിൻ എല്ലാവരെയും ക്ഷണിച്ചു. ലോർഡ് ഇർവിൻ അറിയാലോ, റാംസേ മെക്ഡൊണാൾഡാണ് അപ്പോഴത്തെ എന്തെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റാംസേ മെക്ഡൊണാൾഡ് ഇവിടെ നിന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചു. ഇർവിൻ ഇവിടെ നിന്ന് ഇന്ത്യക്കാരെയൊക്കെ ക്ഷണിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആരും പോയില്ല. മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളിൽ നിന്നൊന്നും ആരും എന്ത് ചെയ്തില്ല, പങ്കെടുത്തില്ല. പ്രധാനമായിട്ടും കോൺഗ്രസ് പാർട്ടി വിട്ടുനിന്നു. ഒന്നാം വട്ടമേശ സമ്മേളനം അങ്ങനെ പരാജയമായി. സംഭവം കയ്യിൽ നിന്ന് പോയി. ഇവിടെ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്? സിവിൽ നിയമലംഘനം പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ടാക്സ് കൊടുക്കുന്നില്ല, സിവിൽ നിയമങ്ങളൊക്കെ തെറ്റിക്കുന്നു, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ജോലിയിൽ നിന്ന് രാജിവെച്ചു, അവരൊക്കെ സമരത്തിൽ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ കാര്യങ്ങളൊന്നും നേരാവണ്ണം നടക്കുന്നില്ല. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് പറഞ്ഞു, ആർക്ക് കോൾ വന്നു? ഇർവിന് കോൾ വന്നു. നീ ഇവിടെ എന്ത് കാണിക്കുന്നു? ഇവിടെ അവന്മാരെയൊക്കെ കൂടെ നിർത്തിയാലല്ലേ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇവിടെ നികുതി പിരിഞ്ഞ് കിട്ടുന്നില്ല, ഇവിടെ ആകെ പ്രശ്നമാണ്. ഇയാളെ വൈസ്രോയി ആയിട്ട് ഇവിടെ വെച്ചേക്കുന്നത് എന്തിനാണ്? എന്നെ കൊണ്ട് പറ്റൂലെങ്കിൽ എന്ത് ചെയ്യും, കളഞ്ഞിട്ട് പോകുന്നു പറഞ്ഞു. ഇർവിൻ ആകെ സങ്കടമായി. അപ്പോൾ ഇർവിൻ എന്ത് ചെയ്തു? സങ്കടപ്പെട്ടുകൊണ്ട് ആരെ ചെന്ന് കണ്ടു? ഗാന്ധിജിയെ ചെന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഗാന്ധിജി എൻ്റെ പണി തെറിക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞാണ്, തമാശ പറഞ്ഞാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രക്ഷോഭം പിൻവലിക്കണം. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിൽ എന്ത് ചെയ്തു? ഒരു നെഗോസിയേഷൻ നടക്കുക. എന്ന് വെച്ചാൽ ഇതുവരെ ബ്രിട്ടീഷുകാർ പറയും നമ്മൾ കേൾക്കും, നമ്മൾ പറയുന്ന അങ്ങോട്ട് കേൾക്കത്തില്ല. എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ട് ഒരു തുല്യരെന്ന രീതിയിൽ നമ്മളെ ഈ പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധിജിയും ഈ ഇർവിനും ഒക്കെ കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു? ഒരു മീറ്റിംഗ് കൂടുന്നു. ഏതാണ്ട് ഒരു പലതവണ 8 തവണ എന്തോ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് ഈ ഗാന്ധിജിയും ഇർവിനും കൂടെ ചേർന്നിട്ട്. പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്തൊക്കെ ചർച്ച ചെയ്യുന്നു? ഒന്ന്, ഇർവിൻ പറഞ്ഞു നിങ്ങൾ സിവിൽ നിയമലംഘന പ്രക്ഷോഭം നിർത്തണം. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു നിർത്താം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്ന്, നിങ്ങൾ ഈ പറഞ്ഞ സിവിൽ നിയമലംഘനത്തിന് വേണ്ടിയിട്ട് കുറേ പേര് ജയിലിൽ പിടിച്ചിട്ടില്ലേ, അവരെയൊക്കെ എന്ത് ചെയ്യണം? തിരിച്ച് പുറത്തേക്ക് അയക്കണം. അതായത് സിവിൽ ഈ തെറ്റുകൾ ചെയ്ത്, അതായത് മറ്റേ ആൾക്കാർ തല്ലിക്കൊന്നവരൊന്നും അങ്ങനെയല്ല, കള്ളക്കേസ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന മോഷണം അങ്ങനത്തെ കേസുകളല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും ജയിലിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ പുറത്താക്കണം. ജോലിയിൽ നിന്ന് രാജിവെച്ചവർ തിരിച്ച് ജോലിക്കെടുക്കണം. അവരൊരു ആവശ്യത്തിന് രാജിവെച്ചാണെങ്കിലും പ്രക്ഷോഭം പിൻവലിക്കുമ്പോൾ നിങ്ങൾ അവരെ തിരിച്ച് എന്ത് ചെയ്യണം? ജോലിക്കെടുക്കണം. അങ്ങനെ കുറേ കണ്ടീഷൻസ് പറയുന്നു. അപ്പോൾ ഈ കണ്ടീഷൻസ് അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? ഇർവിന് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഗാന്ധിജിയും ലോർഡ് ഇർവിനും കൂടി ചേർന്നുണ്ടാക്കിയ നിയമമാണ് ഗാന്ധി ഇർവിൻ പാക്ട്. മാർച്ച് 5, 1931. മാർച്ച് 5, 1931. അതായത് ഒന്നാം റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത് 30. അത് പൊളിഞ്ഞു. അപ്പോൾ അടുത്ത കൊല്ലത്തേക്കാണ് രണ്ടാം റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അപ്പോൾ അതിൽ ആര് വരണം? കോൺഗ്രസ്സുകാർ വരണം, ഗാന്ധിജി വരണം, അംബേദ്കർ വരണം, എല്ലാവരും വരണം. എനിക്ക് അംബേദ്കർ ഒന്നാമത്തെ സമ്മേളനത്തിനും പോയി എന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം ഈ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് ആര് പങ്കെടുക്കുകയാണ്? നമ്മുടെ അംബേദ്കർ പങ്കെടുക്കുന്നുണ്ട്. അതായത് അൺടച്ചബിൾസ് എന്ന് പറയുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സംഭവം. അങ്ങനെ ഗാന്ധി ഇർവിൻ പാക്ട് ഉണ്ടാക്കുന്നു. ഗാന്ധിജി എന്ത് ചെയ്യുന്നു? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് 31 പിൻവലിക്കുന്നു. എന്നിട്ട് 31 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ഗാന്ധിജിയും ലതിൻ ഷായി വാജ്പേയിയും അങ്ങനെ ആരൊക്കെയോ ഒരു കോഡൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ആടിനെയൊക്കെ കൊണ്ട് കപ്പൽ കയറി ഇവിടെ പോകുന്നു, ഇംഗ്ലണ്ടിൽ പോകുന്നു. ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഈ സമ്മേളനം നടക്കുന്നു. ടെക്സ്റ്റ്ബുക്കിലില്ലെങ്കിലും സമ്മേളനത്തിൽ സത്യം പറഞ്ഞാൽ ഗാന്ധിജിയും നമ്മുടെ അംബേദ്കറും തമ്മിൽ തെറ്റുകയാണ് ചെയ്യുന്നത്. അതായത് അംബേദ്കർ പറയും, അതായത് ഈ പറഞ്ഞ എല്ലാവരുടെ ആവശ്യം എന്താണ്? സെപ്പറേറ്റ് ഇനി ഇലക്ഷൻ നടക്കണം, അധികാരം നമ്മൾ ഇന്ത്യക്കാരെന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. അധികാരം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ സംസാരിക്കണം, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളാണ് ഇനി ഭരിക്കേണ്ടത്, നിങ്ങളല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? വൈസ്രോയി ആയിട്ടൊക്കെ ഇരിക്കും, പക്ഷേ ഇലക്ഷൻ നടക്കണം, ഞങ്ങൾ ജയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇലക്ട്രേറ്റ് തീരുമാനിക്കണമല്ലോ, കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ നമ്മുടെ അംബേദ്കർ പറയും എന്താണ്? ഞങ്ങൾ അൺടച്ചബിൾസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണം. അപ്പോൾ ഗാന്ധിജി പറയുന്നു അതൊന്നും പറ്റത്തില്ല. കാരണം ഈ അൺടച്ചബിൾസ് എന്ന് പറയുന്നത് എന്താണ്? അവർ അങ്ങനെ പ്രത്യേക വിഭാഗമൊന്നുമല്ല. അവരെന്താണ്? ഈ പറയുന്ന നമ്മുടെ മതത്തിൽ തന്നെ, അല്ലെങ്കിൽ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞത്, ഹിന്ദുക്കൾ കൂടെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രത്യേക ഇലക്ട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വേറൊരു ടീമായിട്ട് മാറിപ്പോവും, അത് അവർക്ക് മോശമാണ്, അല്ലെങ്കിൽ അവരെ എന്തോ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു എന്നതിൻ്റെ ലക്ഷണമല്ല എന്നൊക്കെ ഗാന്ധിജി പറയുന്നുണ്ട്. അമ്മ തെറ്റി, പൊളിഞ്ഞു. രണ്ടാം വട്ടമേശ സമ്മേളനം എന്ത് ചെയ്യും?
സത്യത്തിൽ വലിയ ഫലമൊന്നും കണ്ടെത്തില്ല. ഓക്കെ, രണ്ടാം വട്ടമേശ സമ്മേളനവും അങ്ങനെ അൺസക്സസ്ഫുൾ ആയിട്ട് പിരിച്ചു. അപ്പോൾ ഇതുകൊണ്ടാണ് അത് അൺസക്സസ്ഫുൾ ആയത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കഥ എക്സ്ട്രാ പറഞ്ഞു എന്നേ ഉള്ളൂ. 3ാം റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ കോൺഗ്രസ് വീണ്ടും അത് എന്ത് ചെയ്തു, ബോയ്ക്കോട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ പറഞ്ഞു 31 ആയപ്പോഴത്തേക്ക് ഇർവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇറങ്ങുന്ന വിലയിൽ ഇർവിൻ പ്രഭു ആ വർഷത്തെ കാലാവധി തീരുന്നു. ഇതുകൊണ്ടല്ല, എന്നാലും അയാളുടെ കാലാവധി തീർന്നു ഓർത്ത് വെച്ചു. 31 കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ആര് വരികയാണ്, പുതിയ വൈസ്രോയി വരികയാണ്. വട്ടമേശ സമ്മേളനങ്ങൾ തീരുന്നു. തൽക്കാലം ഇത്രയാണ് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ നോക്കിക്കോ, അപ്പോൾ എന്താ സംഭവം? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് കൺവിൻസ്ഡ് ദ ബ്രിട്ടീഷ് ദാറ്റ് ഇറ്റ് വാസ് ഇൻഎവിറ്റബിൾ ടു ട്രാൻസ്ഫർ അറ്റ്ലീസ്റ്റ് സം പവർ ടു ഇന്ത്യൻസ്. അല്ലെ, കുറച്ച് പവറെങ്കിലും ഇന്ത്യക്കാർക്ക് കൊടുത്തില്ല, യൗമാരവിടെ ഭരിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ വട്ടമേശ സമ്മേളനങ്ങൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ലണ്ടനിൽ നടന്നു. കോൺഗ്രസ് 1ാം വട്ടമേശ സമ്മേളനം 30 നടന്നതിന് എന്ത് ചെയ്തു, ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഗവൺമെന്റ് സ്റ്റാർട്ടഡ് എഫേർട്ട് ടു എൻഡ് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. അതിലാണ് എന്ത് ചെയ്തത്, കോൺഗ്രസ് റെപ്രസെന്റേറ്റീവ്സ് 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയും ഇർവിനും കൂടി ചേർന്ന് സൈൻ ചെയ്താണ് ഗാന്ധി ഇർവിൻ പാക്ട് ഓഫ് 1931 മാർച്ച് 5. അങ്ങനെ എന്ത് പറ്റി? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് വാസ് സസ്പെൻഡഡ്. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ത് ചെയ്തു, അവസാനിച്ചു. ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. പക്ഷേ അതും എന്താണ്, അൺസക്സസ്ഫുൾ ആണ്. 3ാമത്തെ സമ്മേളനത്തിൽ നിന്നും കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു, വിട്ട് നിന്നു. പക്ഷേ മറ്റ് ഇന്ത്യൻ പ്രതിനിധികളുണ്ട് കേട്ടോ. നിങ്ങൾ പറയുമ്പോൾ ഇവിടത്തേക്ക് ആകെ 3, 2, 5 പേര് പോയി എന്നല്ല. നമ്മളെ ഇന്ത്യയിലെ പ്രിൻസിലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു, അതുപോലെ അവർ ഡയറക്റ്റ് ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇവിടുന്നൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സ് പോയിട്ടുണ്ട് കേട്ടോ. കോൺഗ്രസ് പാർട്ടി പോയില്ലെന്നേ ഉള്ളൂ. പരിപാടി നടന്നു, അത് മനസ്സിലാക്കണം. അങ്ങനെ അല്ലാതെ അവിടെ നടന്നില്ല, അങ്ങനെ ആ രീതി ചിന്തിക്കരുത്. കോൺഗ്രസ് പാർട്ടി അതിൽ നിന്ന് വിട്ടു വന്നു. എനിക്കൊരു മുസ്ലിം ലീഗും വിട്ടു വന്നു എന്ന് തോന്നുന്നു. 2ാമത്തിൽ മാത്രമാണ് ഇവരൊക്കെ പങ്കെടുക്കുന്നത്. ശരി, ഹിന്ദു മഹാസഭ അങ്ങനത്തെ ഓരോ സംഘടനകളിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് സംഭവം എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഇത് തന്നെയാണ് സംഭവം, സന്ധി സംഭാഷണങ്ങൾ. ഓക്കെ, അപ്പോൾ പരിമിതമായ ചില അധികാരങ്ങളെങ്കിലും പരിമിതമായ ചില അധികാരങ്ങളെങ്കിലും എന്ത് ചെയ്യണം, ഇന്ത്യക്കാർക്ക് കൊടുക്കണമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരെന്ത് ചെയ്തു, കൂടിയാലോചനയ്ക്ക് വേണ്ടിയിട്ട് ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നു. ഓക്കെ, ഇതിനാണ് നമ്മൾ വട്ടമേശ സമ്മേളനം എന്ന് വിളിക്കുന്നത്. 3 എണ്ണം നടക്കുന്നുണ്ട്. 1930, 31, 32. 2ലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. ഓക്കെ, ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗാന്ധി ഇർവിൻ സന്ധി അല്ലെങ്കിൽ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു 31 മാർച്ച് 5. അതിന്റെ ഫലമായിട്ട് ഗാന്ധി 2ാം വട്ടമേശ സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നു, പങ്കെടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തുക. ഇനി ക്ലാസ് തീർന്നില്ല, ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഈ പറഞ്ഞ എന്താണ് ഇതിനെന്താ പറയുന്നത്, പേര് മറന്നു പോകുന്നല്ല, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അഥവാ എന്താണ്, നിയമലംഘന പ്രസ്ഥാനങ്ങൾ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നിസ്സഹകരണ പ്രസ്ഥാനം ഉണ്ടായി. ഇപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചതിൽ മറ്റൊരുപാട് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ച ഓർമ്മയില്ലേ? അങ്ങനെ എതിർത്തിട്ടാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി സ്വരാജ് പാർട്ടി തുടക്കുന്നത്. അത്തരത്തിൽ കുറച്ച് ആൾക്കാർ മനസ്സിലാക്കി ഗാന്ധിജിയും ഈ പറയുന്ന എന്താണ്, ഈ പറയുന്ന ഈ അഹിംസയുടെ പാതയിൽ കൂടി പോയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അടിച്ചാൽ തിരിച്ചു കൊടുക്കണം. അല്ലാതെ ഇപ്പുറത്തെ കാരണം കാണിച്ചു കൊടുത്തിട്ട് അവിടെയും കൂടി അടി എന്നിട്ട് അവന്മാർ പോകുമെന്ന് മനസ്സിലാക്കിയ കുറച്ച് യൂത്തന്മാർ, കുറച്ച് എന്താണ് യങ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, കുറച്ച് ആംഡ് സ്ട്രഗിളുകൾ നടത്താൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ആയുധ കലാപങ്ങൾ ആഹ്വാനം ചെയ്തു. അതിനുവേണ്ടി അവർ സംഘടന തുടങ്ങുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അഥവാ HRA. എന്തുവാണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 24 ഓർമ്മയുണ്ടോ? 23 സ്വരാജ് പാർട്ടി. 23 കഴിയുമ്പോൾ തന്നെ തെറ്റിപ്പിരിഞ്ഞ് എന്ത് ചെയ്യുന്നു, 24 ഈ പറഞ്ഞ പരിപാടി എന്ത് ചെയ്യുകയാണ്, തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലോട്ട്. ഓക്കെ, അപ്പോൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് അറിയാലോ, ഗാന്ധി ഇർവിൻ പാക്ട്, അതിൻ്റെ ടേംസ് റൈസ് ഓഫ് റവല്യൂഷണറി ഐഡിയാസ് തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ്, മെനി ഇന്ത്യൻ യൂത്ത് അല്ലെ, ഒരുപാട് യങ്ങായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കി ഈ നിസ്സഹകരണം ഒന്നും കൊണ്ടൊന്നും കാര്യമില്ല, ഈ നോൺ വയലൻ്റ് അപ്രോച്ച് ഒന്നും നടക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, റഷ്യയിൽ നടന്ന വിപ്ലവത്തെ പോലെ, റഷ്യൻ റവല്യൂഷൻ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ, തൊഴിലാളി പാർട്ടി കമ്മ്യൂണിസത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് ഈ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പവർഫുള്ളായിട്ട് നിന്നാലേ പറ്റൂ. അപ്പം അങ്ങനെ തുടങ്ങുന്ന ഒരു സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഭഗത് സിംഗ് ഉള്ള സംഘടന ഇതിൻ്റെ പിന്നീട് വരുന്നതാണ്. ഇത് തുടങ്ങുമ്പോൾ ഭഗത് സിംഗ് അല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. ഭഗത് സിംഗിനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 24 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ തുടങ്ങുന്നു. രാംപ്രസാദ് ബിസ്മിലും സച്ചിൻ സന്യാൽ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് തുടങ്ങുന്നത്. പേര് നിങ്ങൾ അറിയണ്ട, ടെക്സ്റ്റ് ബുക്കിലും പേര് പറയുന്നില്ല. പക്ഷേ കഥയ്ക്കൊരു ഇമ്പം കിട്ടാൻ ഞാനിവിടെ പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ടെസ്റ്റിലെ പോയിന്റ് മാത്രം കാണാതെ പഠിച്ചാൽ മതിയാവും. ഓക്കെ, എന്തായിരുന്നു, ഇന്ത്യക്ക് ഒരു ആംഡ് റവല്യൂഷൻ എന്ത് ചെയ്യണം, നടത്തണം. അതായത് ഇവരെതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കക്കോരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്.
കക്കോരി ഉത്തർപ്രദേശിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. 25 തൊട്ടടുത്ത വർഷം ഈ പറയുന്ന കക്കോരി എന്ന ഉത്തർപ്രദേശിലെ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ നമ്പർ 8 ഡൗൺ എന്ന് പറയുന്ന ഒരു ട്രെയിനിൽ ഏതാണ്ട് 8,000 രൂപയോളം, അന്നത്തെ 8,000 രൂപയാണ് ഈ ട്രെയിനിൽ ബ്രിട്ടീഷുകാരുടെ പൈസ കൊണ്ടുപോകുന്നത് മനസ്സിലാക്കി ഇവർ എന്ത് ചെയ്തു, 1925 ഓഗസ്റ്റ് 9 ഈ ട്രെയിൻ എന്ത് ചെയ്യുന്നു, ലൂട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താണ് ലൂട്ടിങ്? ഗെയിമൊക്കെ കളിക്കുന്ന നിങ്ങൾക്ക് ലൂട്ട് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ലൂട്ടിങ് എന്താണ്? മോഷ്ടിച്ചു, തോക്കൊക്കെ കാണിച്ച് പേടിപ്പിച്ച് മോഷ്ടിച്ചു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്? റവല്യൂഷണറി ആക്ടിവിറ്റീസുകളെ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ തോക്ക് വാങ്ങണ്ടേ, ബോംബ് വാങ്ങണ്ടേ, അപ്പോൾ അതിന് കാശിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ ചുമ്മാ ഇരിക്കുന്നതൊന്നും ഇല്ല. അവർ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഏതാണ്ട് 40ഓളം പേര് അറസ്റ്റ് ചെയ്യും. അതിൽ രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുള്ള ഖാൻ, രാജേന്ദ്ര ലാഹിരി, അതുപോലെ എന്താണ് ഠാക്കൂർ റോഷൻ സിംഗിനെയൊക്കെ 27 തൂക്കിക്കൊല്ലും. ചന്ദ്രശേഖർ ആസാദ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന് മാത്രം അന്ന് എന്ത് ചെയ്തില്ല, പിടി കിട്ടിയില്ല. പക്ഷെ പിന്നീട് അദ്ദേഹം 31 ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ചുറ്റും വളഞ്ഞപ്പോഴത്തേക്കും സ്വയം നിറയൊഴിച്ച് മരിച്ച ഒരു ധീര ദേശാഭിമാനിയാണ് ആര്? ചന്ദ്രശേഖർ ആസാദ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഒരു ധീര ദേശാഭിമാനി അല്ലെന്നല്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്, അതിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നതാണ് കേട്ടോ. ഇപ്പോൾ രാംപ്രസാദ് ബിസ്മിലിനെയും അഷ്ഫഖുള്ള ഖാനെയും രാജേന്ദ്ര ലാഹിരിയെയും ഠാക്കൂർ റോഷൻ സിംഗിനെയൊക്കെ എന്ത് ചെയ്യുന്നു, കൊല്ലും 27. തൊട്ടടുത്ത കൊല്ലം 28 ആയപ്പോഴത്തേക്കും നമ്മുടെ ഭഗത് സിംഗിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പുതിയൊരു സംഘടന വരുന്നു. അതായത് ഇതിനകത്ത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനകത്ത് എന്തുകൂടി വന്നു, സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ഐഡിയയും കൂടി വന്നു. പുതിയൊരു സംഘടനയാവുന്നു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഭഗത് സിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരും ഇതുപോലെ തന്നെ പല പല അറ്റാക്കുകൾ പ്ലാൻ ചെയ്യുന്നു. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ ലാലാ ലജ്പത് റോയിയെ ഈ പറയുന്ന ഓർമ്മയുണ്ടല്ലോ, ലാത്തിച്ചാർജ് മരിച്ചല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസറായ സാൻഡേഴ്സ് എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്യുന്നു, വധിക്കുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു, ദ കില്ലിംഗ് ഓഫ് ബ്രിട്ടീഷ് ഓഫീസർ സാൻഡേഴ്സ് എന്നോ പറയാം അല്ലേ, ഇദ്ദേഹത്തിൽ നിന്ന് വധിക്കുന്നു. അതുപോലെ ഈ പറയുന്ന സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിയുകയും ചെയ്യുന്നു. ഇർവിനെ കൊല്ലാനായിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിൽ ബോംബ് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇർവിൻ എന്ത് ചെയ്യുന്നു, രക്ഷപ്പെടുന്നു, അറസ്റ്റ് ആവും. ഭഗത് സിംഗ്, രാജഗുരു, സുഖ്ദേവ്, എൻ്റെ പേരുമായിട്ട് ചില സാമ്യമുണ്ട് അല്ലെ, സുഖ്ദേവ് എന്നീ 3 പേരെയും 31 മാർച്ച് 23 ഇതിന്റെ ഫലമായിട്ട് തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. നമ്മുടെ 1931 നിങ്ങൾ ഇർവിൻ ഗാന്ധി പാക്ട് പഠിച്ച സമയത്ത് ഗാന്ധിജി ആവശ്യപ്പെടുന്നുണ്ട് എന്താണ്, ഇവരുടെ വധശിക്ഷ റദ്ദാക്കണമെന്ന്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. സോ ഇവരെന്ത് ചെയ്യുന്നു, തൂക്കിലേറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സായുധ വഴിയിലെ പോരാട്ടം നമുക്ക് നോക്കാം. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്കായിട്ട് കോൺഗ്രസിന്റെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന സമര രീതികൾക്കൊപ്പം അല്ലെ എന്താണ് വ്യത്യസ്തമായ മറ്റു മാർഗങ്ങളും പലരും എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അഹിംസ അല്ലാതെ മറ്റു മാർഗങ്ങൾ. ഫോർ എക്സാമ്പിൾ നമ്മുടെ റഷ്യൻ വിപ്ലവത്തിന്റെ വിജയത്വവും അതുപോലെ എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുണ്ടായ പിൻവലിക്കലിൽ നിന്ന് എതിർത്തിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 24 ആരംഭിക്കുന്നു. വിപ്ലവ സംഘടനയാണ്. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നു, ഉത്തർപ്രദേശിലെ കക്കോരിയിൽ വെച്ചിട്ട് ട്രെയിനിനെ എന്ത് ചെയ്യുന്നു, മോഷ്ടിക്കുന്നു. ഓക്കെ, കക്കോരി ട്രെയിൻ കോൺസ്പിറസി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ കക്കോരി സംഭവത്തെ തുടർന്ന് തിരിച്ചടി നേരിട്ട വിപ്ലവ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമാവുന്ന എപ്പോഴാണ്, 28 അവരെ മറ്റേ തൂക്കിക്കൊന്നതിന് ശേഷം 28 ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലാണ് HSR എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുന്നത്. അവരെന്തൊക്കെ ചെയ്യുന്നു, ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച പങ്കാളിയായ എന്താണ് സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊല്ലുന്നു. കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ അവർ ബോംബ് എറിയുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് പോലീസ് പിടിയിലായിട്ടുള്ള ഭഗത് സിംഗ്, രാജഗുരു, സുഖ്ദേവ് എന്നിവരെ എന്താണ് ഈ പറയുന്ന മാർച്ച് 23 1931 തൂക്കിലേറ്റുകയും ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ ബംഗാളിന്റെ ഭാഗത്ത് മറ്റൊരു കാര്യം നടക്കുന്നു. അതാണ് എന്താണ്, ചിറ്റഗോങ് ആർമറി റെയ്ഡ്. തോക്ക് വേണ്ടേ, അപ്പോൾ പൈസ മോഷ്ടിക്കാൻ എന്ത് ചെയ്തു, HSR നോക്കിയപ്പോൾ നമ്മുടെ ഈ പറയുന്ന സൂര്യസേനന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു, നമുക്ക് ആർമറി അങ്ങ് റെയ്ഡ് ചെയ്താലോ, ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമല്ലേ ആർമറി. അങ്ങനെ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര വരെ എന്ത് ചെയ്യുന്നു, റെയ്ഡ് ചെയ്യുന്നു. അതിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. പ്രീതിലത വഡേദർ, കൽപ്പന ദത്ത്, അതുപോലെ ബീനാദാസൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. നിങ്ങൾ കാലാപാനി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഇനി കാലാപാനി എന്ന് പറഞ്ഞ പണ്ടത്തെ ഒരു സിനിമയുണ്ടല്ലോ, മോഹൻലാൽ പ്രിയദർശന്റെ, അതൊന്ന് കണ്ടു നോക്കി. ഈ പറയുന്ന പല പേരുകൾ ആ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി പഠിച്ചിട്ട് പിന്നെ സിനിമ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന, ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും ചുമ്മാ പറഞ്ഞേക്കുന്നല്ല, ഈ പറയുന്ന ഒരു ഇതിലാണ് ആ സിനിമ എടുത്തേക്കുന്നത്. നല്ലൊരു സിനിമയാണ്, അടിപൊളി സിനിമയാണ്. പക്ഷേ അന്ന് അത്ര ഹിറ്റായില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇന്നൊക്കെ റിലീസ് ചെയ്ത വമ്പ ഹിറ്റ് അടിക്കാൻ പോകുന്ന പടങ്ങളാണ്. ശരി, അപ്പോൾ റവല്യൂഷണറി ഐഡിയാസ് ഇൻ ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇതാണ് പറയുന്നത്. അക്കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമായിരുന്നു. സൂര്യസേനയുടെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിക്കുന്നു. ഇതിനുവേണ്ടി സ്ത്രീകളും പങ്കെടുത്തിട്ടു.
പ്രീതിലത വഡോദർ, കൽപ്പന ദത്ത, അതുപോലെ ബീനാദാസ്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് 29 മിനിറ്റ്. എന്നാലും കുഴപ്പമില്ല, ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കമ്മ്യൂണിസം ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ കോൺഗ്രസിൽ തന്നെ കുറേ ആൾക്കാർക്ക് ഈ പറയുന്ന കോൺഗ്രസിന്റെ നയങ്ങൾ ഇഷ്ടപ്പെടാതെ പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ റഷ്യൻ വിപ്ലവത്തിന്റെ ചായ്വ് ഇവിടെയും കാണപ്പെടാൻ സാധിക്കും. അങ്ങനെ 17 റഷ്യൻ വിപ്ലവത്തിന്റെ വിജയത്തിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കോൺഗ്രസിലുള്ള നേതാക്കളിൽ പലരും പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ രൂപീകരിക്കുന്ന പുതിയൊരു സംഘടനയാണ് എന്താണ് ഈ പറയുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, അഥവാ എന്താണ് CSP എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പ്രധാന നേതാവായിരുന്നു ജയപ്രകാശ് നാരായൺ. ഇദ്ദേഹം പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ഉണ്ടാവുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന് ശേഷം ഇടയ്ക്ക് ഇലക്ഷന് ജയിച്ചു വരുന്ന ഗവൺമെന്റ് ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആദ്യത്തെ സെക്രട്ടറി. മുതലാളിത്തത്തെയും ജന്മിത്തത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കുക എന്നതായിരുന്നു ഇവിടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കർഷകർക്കും തൊഴിലാളികൾക്കും സംഘടനകൾക്കും പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായത് ഇന്നത്തെ കമ്മ്യൂണിസത്തിന്റെ ഒരു തുടർച്ച. പക്ഷെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് കേട്ടോ. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട്. ഈ 1925 തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ BJP RSS വരുന്നതും ഈ വർഷം തന്നെയാണെന്നാണ് എൻ്റെ ഊഹം, ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇനി കർഷക മുന്നേറ്റങ്ങളാണ്, അതും കൂടി ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങി വീഴും. അത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അതുകൂടി കഴിയുമ്പോഴത്തേക്കും ചാപ്റ്റർ തീരുന്നില്ല, വീണ്ടും അത്യാവശ്യമുണ്ട്. സോ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.